കാരണം NHS എൻ്റെ ഏർലി എന്താ പറയുക ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും ഈ പറയുന്ന കണക്ക് ഇവിടെ ഒരു അപ്പോയിൻമെൻറ്റ് അസുഖം വന്ന അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലർ വിചാരിക്കുന്ന ആ ഒരു സെയിം ഞാൻ ഇവിടെ സംസാരിച്ച് പറഞ്ഞത് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെ ഒരു ജോബിന് കിട്ടാൻ എൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചൊരു ഡയലോഗുണ്ട്. അത്രയും ഒരു മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അത് കിട്ടത്തില്ല. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അൺബോക്സിങ് UK. ഞാൻ ബൈജു ബാബു. ദേ NHSൻ്റെ കാർഡും ടാഗും എല്ലാം ഉണ്ട്. ദേ ഹോസ്പിറ്റലാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്നുള്ളത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ NHSലെ ജോബ്സ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത നമ്മുടെ ആ ഷോർട്ട് വീഡിയോയുടെ ഫുൾ ലെങ്ത് വീഡിയോ. സോ NHSൽ ജോബ് കിട്ടിയ നമ്മുടെ ഫ്രണ്ടിനെ നമുക്ക് എന്തായാലും വെൽക്കം ചെയ്യാം. ഹായ്, ഷാനിബ് എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് ആൾ. ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് NHSലാണ്. ഇൻട്രൊഡക്ഷൻ കൊടുത്ത്. എൻ്റെ പേര് ഷാനിബ്. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിലാണ് പഠിച്ചിരുന്നത്, MBA വിത്ത് പ്ലേസ്മെൻറ്റ് ഇയറിൽ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ NHSൽ വർക്ക് ചെയ്യാണ്, അഡ്മിൻ ആയിട്ട് വർക്ക് ചെയ്യാണ്, പ്രിൻസസ് അലക്സാണ്ടർ ഹോസ്പിറ്റലിൽ. സോ എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ്? എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിലെ? ഓ അടിപൊളിയാണ്. ആഴ്ചയിൽ 3 ദിവസം ജോബ്, 4 ദിവസം ഓഫ്. ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മളെല്ലാവരും നോക്കുന്ന പോലെ തന്നെ. ഇനിയിപ്പോൾ അത് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണോ ആ 3 ദിവസത്തെ വർക്ക്? ആകെ 3 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പണി വരുന്നുള്ളൂ. ആ ചെറിയ പണി ഞാനത് പറഞ്ഞു തരാം കുറച്ച് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത്. സോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ചോദിക്കുന്ന ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ ക്യാമറയ്ക്ക് മുന്നേ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തെന്ന് പറഞ്ഞ് എനിക്ക് താഴെ കമൻറ്റ്സ് വരും. ഓക്കെ ഫൈൻ. സോ എങ്ങനെയായിരുന്നു അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ വേക്കൻസി വന്നു എന്നുള്ള കേസ് എങ്ങനെ അറിഞ്ഞത്? ശരിക്കും പറഞ്ഞാൽ ഞാനത് ആക്ച്വലി എൻ്റെ വിസ തീരാനായി, ഏറെക്കുറെ ഒരു 8 മാസം കൂടെ ഗ്യാപ്പ് ഉള്ളൂ എന്നുള്ള ടൈമായി. PSW ടൈമിൽ. അതെ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, എന്തായാലും കയറുമ്പോൾ അങ്ങനത്തെ ഇതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പോകണ്ടെന്നുള്ള രീതിയിൽ എൻ്റെ പഠിച്ച ഫീൽഡിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരിയാണ് എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തത്, ഇങ്ങനെ NHS പെർമനൻറ്റ് പൊസിഷൻസിന് വേണ്ടിയിട്ടൊക്കെ വിസ കൊടുക്കുന്നുണ്ട്, ഈ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. അപ്പം ഞാൻ എല്ലാ വാതിലുകളും മുട്ടുന്ന ഒരു രീതിയിൽ NHSൽ അപ്ലൈ ചെയ്തു. ഞാൻ 1-2 അപ്ലിക്കേഷനല്ല ഇട്ടത്, ഞാൻ 50ൻ്റെ അടുത്ത് അപ്ലിക്കേഷൻ ഇട്ടു. ഓരോ അപ്ലിക്കേഷൻ ഇടാൻ വേണ്ടിയിട്ടും ഒരു 20 to half an hour ഞാൻ സ്പെൻഡ് ചെയ്തിട്ട്. എല്ലാം ഈ പറഞ്ഞ അഡ്മിനിലോട്ട് തന്നെയാണ് ഇട്ടത്? എല്ലാം അഡ്മിനിലോട്ടാണ് ഇട്ടത്. സോ ഇത് അത്യാവശ്യം കുറച്ച് ടൈറ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന് CV ഇല്ല. അപ്പോൾ അത് നമുക്ക് ബെനിഫിറ്റ് ആണ്, നമുക്ക് ഇവിടുത്തെ CV പാറ്റേൺ ഫോളോ ചെയ്യണ്ട. ഓക്കെ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ വൃത്തിക്ക് ആൻസർ ചെയ്യും. നമ്മുടെ ഡേറ്റാസ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് ഓരോ സിനാരിയോസ് തരും. ഇതിൽ നമ്മളാണെങ്കിൽ എങ്ങനെ, അപ്പോൾ നമുക്ക് ആലോചിച്ചിട്ട് അത് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമുണ്ട്. അങ്ങനെ നമ്മൾ അതിൽ അപ്ലൈ ചെയ്തിട്ട് കൊടുത്താൽ മതി. ഞാൻ അപ്ലൈ ചെയ്തത് track.jobs എന്നുള്ള ഇതിലായിരുന്നു, വെബ്സൈറ്റിലായിരുന്നു. അത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള മെസ്സേജ് തരും. നമ്മൾ ആപ്ലിക്കേഷൻ അവിടെ എത്തി, എന്താണ് കറക്റ്റ് അവസ്ഥ, നമുക്ക് ഇൻ്റർവ്യൂവിന് ഷെഡ്യൂൾ ആയിട്ടുണ്ടോ, അതിൽ നമ്മൾ സെലക്ട് ആയിട്ടുണ്ടോ, ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്, അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ അതിലെനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ എൻ്റെ കഥ പറയുകയാണെങ്കിൽ കുറച്ച് ഫണ്ണിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വൃത്തിക്കുള്ള ഇങ്ങനത്തെ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷം. ഇതിൻ്റെ മുന്നേക്ക് ഓരോ സ്റ്റോറിലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിരുന്നത്. അത് നമുക്ക് പ്രോപ്പർ CV ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഈ പറയുന്ന ഇൻഡീഡിലാണെങ്കിലും അങ്ങനെയുള്ള എല്ലാത്തിലും മെയിനായിട്ട് ഈ പറയുന്ന റെസ്യൂം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത്. സോ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതെ അതെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്ത കൂട്ടത്തിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഓക്സ്ഫോർഡ് യൂണിയൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു. ഞാൻ വെറുതെ അവിടെയും കിടക്കട്ടെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞതൊക്കെ. പിന്നെ ഫസ്റ്റ് ടൈമിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചത് അവരാണ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. കുട്ടി. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു, ടെൻഷൻ അടിച്ചിട്ട് നല്ല പ്രിപ്പയർ ചെയ്തിരുന്നു. അതിന് പൊട്ടി. പക്ഷെ ആ ഒരു പ്രിപ്പറേഷൻ എന്നെ ഈ ഒരു ജോബിന് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇവിടെ എനിക്ക് ഉണ്ടായിരുന്നത് 3 ആൾക്കാരാണ് ഉണ്ടായിരുന്നത് ഇൻ്റർവ്യൂ പാനലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഓരോരുത്തരും 3 ക്വസ്റ്റ്യൻസ് എന്നിട്ട് ചോദിക്കും. അപ്പോൾ ഓരോ സിനാരിയോസ് ഉണ്ടാവുക. ഇന്ന സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എന്തായിരുന്നു ഒരു ബേസിക് സിറ്റുവേഷൻ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് തന്നൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യാണ്, അപ്പോൾ ഞാൻ അഡ്മിനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ റിസപ്ഷനിൽ ആളില്ലാന്ന്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വർക്ക് ചെയ്യണം. എനിക്ക് കുറച്ച് പെൻഡിങ് വർക്കുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു ബിസി ഡേ ആണ്, ഇഷ്ടംപോലെ പേഷ്യൻസ് ഉണ്ട്, കൂട്ടത്തിൽ ഫോൺ കോളുകൾ വരുന്നുണ്ട്. നിങ്ങളിതെങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യും? ഓക്കെ. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ ആൻസർ പറയണം. ഞാൻ പറഞ്ഞിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫോൺ കോളിനാണ്. കാരണം അതെനിക്ക് തിരിച്ചു വിളിക്കാനുള്ള ഓപ്ഷനില്ല. രണ്ടാമത് ഞാൻ കൊടുക്കുക പേഷ്യൻസിനാണ്. മൂന്നാമതാണ് ഞാൻ എൻ്റെ പെൻഡിങ് വർക്കിനുള്ളതിനെ കൊടുക്കുക. അങ്ങനെ ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് പറഞ്ഞപ്പം അങ്ങനെ നമ്മൾ പറയണം. അപ്പോൾ നമ്മൾ ഈ ആൻസർ പറയുമ്പോൾ അവരത് നോട്ട് ചെയ്യും, അതിന് മാർക്ക് ഇടും. ലാസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ആരാണോ അവരെയാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അങ്ങനെ വിളിക്കുക. സോ ഇതാണ് സെലക്ഷൻ. അതെ. ഓക്കെ ഫൈൻ. സോ
വേറെ ഈ പറയുന്ന പോലെ അല്ലാണ്ട് നിങ്ങൾ അഡ്മിനുമായിട്ട് ഇപ്പോൾ എന്താണ് നിങ്ങൾ HR പഠിച്ചത് അല്ലെങ്കിൽ MBA ആണെങ്കിൽ അത് അല്ലെങ്കിൽ ടെക്നിക്കൽ മേ ബി ടെക്നിക്കൽ അങ്ങനെ ആയിരിക്കും. ടെക്നിക്കലിൻ്റെ വീഡിയോ നമുക്ക് ഉടനെ വരുന്നുണ്ട്. നമ്മുടെ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട് ടെക്നിക്കൽ NHS കയറിയത്. ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. സോ ഇവിടുത്തെ ജോബ് എങ്ങനെയുണ്ട്? ജോബ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എനിക്ക് വീക്ക്ലി 37.5 hours വരുന്നത്, ആഴ്ചയിൽ 3 ദിവസം, അതായത് മാസത്തിൽ 13 ദിവസം, അതായത് 3 ആഴ്ച 3 ദിവസം, ഒരാഴ്ചയിൽ 4 ദിവസം. എന്നാലും അടിപൊളിയാണ്, നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ ഇവിടെ ഫിക്സഡ് പേ ആണ്. ഇപ്പോൾ നമ്മൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആനുവൽ ലീവിൽ പോകും, അല്ലാന്നുണ്ടെങ്കിൽ സിക്ക് ലീവിൽ പോകും. 45 ദിവസം സിക്ക് ലീവ് ഉണ്ട്, 28 days ആനുവൽ ലീവും വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ബേസിക് സാധനങ്ങൾ. സ്പോൺസർഷിപ്പും ഉണ്ട്. അതെ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ആക്ച്വലി. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ള കേസാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ പറയുന്ന പോലെ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നതാണ്. കാരണം ഒരുപാട് പേര് ഈ പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിരുന്നു ബുദ്ധിമുട്ടാണ്, കിട്ടുന്നില്ല അങ്ങനെയാണെന്ന്. പക്ഷേ ഈ പറയുന്ന ഷാരിബിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും 50 ആപ്ലിക്കേഷൻസിൽ കൊടുത്തിട്ടാണ് 2 ഇൻ്റർവ്യൂവിന് അവർ വിളിച്ചുള്ളത് NHS തന്നെ. അത് ഈ പറയുന്ന പോലെ നിങ്ങൾ 5 എണ്ണം ചെയ്തു, 10 എണ്ണം ചെയ്തു, 15 എണ്ണം ചെയ്തു എന്ന് പറയുന്ന കാര്യമല്ല. നമ്മുടെ മുൻപത്തെ ഒരു വീഡിയോയിൽ ഏകദേശം 750 മേലെ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ട് ഒരിടത്ത് ജോലിക്ക് സെലക്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സിറ്റുവേഷൻ ഡിഫറൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ അഡ്മിനിലുള്ളവർ സെയിം വർക്ക് ആയിരിക്കില്ല വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുമ്പോൾ. അപ്പോൾ 100% ഇത് വിശ്വസിച്ച് കയറേണ്ട, കാരണം കുറച്ചുകൂടി ഡിഫിക്കൽട്ട് കാണും. ചിലപ്പോൾ ആ ഒരു വർക്കിന് ചിലപ്പോൾ ഡിഫിക്കൽട്ട് കാണും. പക്ഷേ ഈ പറയുന്നതാണ് കാണാം മോസ്റ്റ് 3 ദിവസം വർക്ക് ആയിരിക്കും. ചെയ്തിട്ട് കൂളായിട്ട് എടുക്കുക. സത്യം പറയുകയാണെങ്കിൽ നാട്ടിലത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥം അതന്നെ. അത് അഡ്മിൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയ ശേഷം ഈ പറയുന്ന എന്നെയും ഷാലിമിനെ കോൺടാക്ട് ചെയ്ത് തെരുവ് വിളിക്കാനായിട്ട് നിൽക്കില്ല. അത് വേറൊരു കേസാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിൽ MBA നടത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ സീനിയേഴ്സിനെ നോക്കുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ റൂംമേറ്റ്സിനെ നോക്കുമ്പോഴോ ഇങ്ങനെ ആരും ഇങ്ങനത്തെ ഒരു പ്രൊഫഷനിൽ കിട്ടിയോലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കും വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു, ഇത് കിട്ടുമോ കിട്ടൂല എന്നുള്ളത്. എസ്പെഷ്യലി MBA പഠിച്ചതിൻ്റെ ആ ഒരു ബേസിക് സാധനമൊക്കെ വെച്ചിട്ട് നമ്മളെ മുന്നിൽ ഇങ്ങനെ കിട്ടിയത് ആരുമായിട്ടും ഇല്ല. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ പറഞ്ഞില്ല, ഐശ്വര്യ എന്നുള്ളത് അവരൊരു കോമൺ ഫ്രണ്ടിനെ ഇങ്ങനെ കിട്ടിയായിരുന്നു NHS-ൽ. അപ്പോൾ അതെനിക്കൊരു മോട്ടിവേഷനായി. ഇങ്ങനെ ഒരാൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു വിസ കിട്ടിയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോർ ഉണ്ട്, അത് നമ്മൾ നോക്ക് ചെയ്ത് നോക്കുക നമ്മളെ കഴിവിൻ്റെ പരമാവധി. ആ ഒരു എഫേർട്ടിലാണ് ഞാനത് വൃത്തിക്ക് അപ്ലൈ ചെയ്തത്. സോ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്ക് എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കുക, ഇൻ്റർവ്യൂ എത്തിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നോക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഇവിടെ എല്ലാ സ്റ്റുഡൻസും, ഞാനാണെങ്കിലും ഫേസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നില്ല സ്റ്റുഡൻറ്റ് കാറ്റഗറി എന്നുള്ള രീതിയിൽ. NHS-ന് അങ്ങനത്തെ ഒരു കൺസിഡറേഷനും ഇല്ല. അവർക്ക് നമ്മൾ ഓക്കെയാണോ, നമ്മൾ പ്രൊഫൈൽ ഓക്കെയാണോ, അവരെന്തായാലും വിളിച്ചിരിക്കും ഇൻ്റർവ്യൂവിന്. പിന്നെ നമ്മളെ രീതിയിലുള്ള എഫേർട്ടും നമ്മളൊരു പ്രിപ്പറേഷനും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊരു സ്ഥിരമാവാൻ പറ്റുള്ളൂ. സോ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രിൻസസ് അലക്സാണ്ടർ അല്ലേ? അതെ, ഓക്കെ. ഹാർലോയിലുള്ളത്. ഓൾമോസ്റ്റ് 3000+ സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇതിനകത്ത് വേറെ ഏതെങ്കിലും സ്റ്റുഡൻ്റ് ആയിട്ട് കയറിയ മലയാളീസിനെ പരിചയപ്പെടുന്നുണ്ടോ? അങ്ങനെയില്ല, നാട്ടിൽ നിന്ന് നഴ്സായിട്ട് വന്നവരെ കണ്ടു. അത് ഓൾറെഡി BSc നേഴ്സിംഗ് കഴിഞ്ഞ ശേഷം രജിസ്റ്റേഡ് നേഴ്സായിട്ട് നമ്മുടെ OET ക്ലിയർ ചെയ്ത് വരുന്നവരാണ്. അല്ലാണ്ട് വന്നവരെ ഞാൻ കണ്ടിട്ടില്ല അവിടെ. സോ ഒബിയസ്ലി ശരിക്കും പറഞ്ഞാൽ കാണാത്തതെന്ന് പറഞ്ഞാൽ മേ ബി ഉണ്ടായിരിക്കാം 1-2, എന്നാലും ചാൻസസ് ഉണ്ട്. അതെ, പിന്നെ ഞാൻ ഇവിടെ കാരണം ഇവിടെ ഈ ജോബിന് ഒരു ബേസിക് പറയുന്നത് ഇവിടെ ഒരു 10th ഉണ്ടല്ലോ, GCSE A1 B2 അങ്ങനെ എന്തോ ലെവലാണ് പറയുന്നത്. അതിന്റെ മുകൾക്ക് ആർക്കുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഇത് HR-ലെ കേസാണ്, അഡ്മിനിസ്ട്രേഷനിലെ കേസാണ് ഈ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് കോഴ്സ് ഫെയിൽ ആകുന്നുണ്ട്. ആ ഒരു റീസൺ കൊണ്ട് ഓവർ ക്വാളിഫൈഡ് ആണ് എല്ലാ ജോബിനും. സോ ബേസിക്കലി നാട്ടിൽ ഡിഗ്രി വെച്ചെടുക്കുന്നുള്ള കേസ് അറിയോ ഇവിടെ? അങ്ങനെ എനിക്കറിയാം. കാരണം ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കോഴ്സ് ഫെയിൽ ആവുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല കേട്ടോ, നാട്ടിൽ നിന്നും അപ്ലൈ ചെയ്യാം. പെർമനന്റ് പൊസിഷന് എവിടുന്ന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടുന്ന് വേണമെങ്കിലും അവർ വിസ ഇഷ്യൂ ചെയ്ത് തരും. അങ്ങനെ ഉണ്ട്. അതെ, പിന്നെ നാളെ വിസ തീരാനായി അല്ലെങ്കിൽ 2 മാസം കൊണ്ട് വിസ തീരാനായി ഇത് അപ്ലൈ ചെയ്താൽ കിട്ടൂല. എനിക്കിതിൻ്റെ ഇൻ്റർവ്യൂ എല്ലാ കാര്യങ്ങളും പാസ്സായതിനു ശേഷം അറൗണ്ട് ഒരു 4 months മുകളിൽ പ്രൊസീജിയേഴ്സ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. കാരണം ഷാനിബൻ്റെ അടുത്ത് അന്ന് കോൺടാക്ട് ചെയ്യുന്നതിനും ആ ടൈമിൽ പറഞ്ഞിരുന്നു ഓൾറെഡി COS അവർ ഇഷ്യൂ ചെയ്യുന്ന കേസ് പറഞ്ഞിരുന്നത്. അത് ഏകദേശം 3 to 4 months മുന്നേ ആണ് ഈ കോൺടാക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞത് ആ ഒരു കേസ്. ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത് പറഞ്ഞു ഇങ്ങനെയാണെന്നുള്ള കേസ്. സോ ഫൈനലി എങ്ങനെയായിരുന്നു ആപ്ലിക്കേഷൻ പ്രൊസീജിയറും കാര്യങ്ങളും അതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയായിരുന്നു പ്രോപ്പറായിട്ട്? ഓക്കെ, ഞാൻ ആദ്യം നോക്കിക്കൊണ്ടിരുന്നത് NHS.jobs എന്നുള്ളത്, അതിൽ വെച്ചിട്ടായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കൊരു അപ്ഡേഷനും വൃത്തിക്ക് വരുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു ജോബ് ക്ലിക്ക് ചെയ്തപ്പോൾ അത് നേരെ പോയത് ട്രാക്ക് ജോബ്സ് ചെയ്ത്. കാരണം എനിക്കിത് പറഞ്ഞു തരാൻ അറിയില്ല ആ ടൈമിൽ. ഞാൻ എൻ്റെ വഴിയിൽ ഇങ്ങനെ ഒരാൾക്ക് കിട്ടി, എന്നാൽ എനിക്കും കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്താൽ. അപ്പോൾ ഈ track.jobs എന്നുള്ള ഇതിൽ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് അപ്ഡേറ്റ് ഉണ്ട്.
ഇപ്പോൾ നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്ത് ഇത് കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളത് നമുക്കറിയും. അപ്പം ഞാനിത് ആദ്യം അപ്ലൈ ചെയ്ത ടൈമിൽ എനിക്ക് ഭയങ്കര വെറുത്ത് പോയിരുന്നു അപ്ലിക്കേഷന്. ഞാൻ ഒറ്റ സ്ട്രെച്ചിലൊരു 40-50 അപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യില്ലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് ഇമെയിൽ വരും, അൺഫോർച്ചുനേറ്റ്ലി സോറി യു ആർ നോട്ട് സെലക്റ്റഡ്. അങ്ങനെ അപ്ഡേറ്റ്സ് പക്കായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഫസ്റ്റ് ടൈം ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ലോട്ടറി അടിച്ച പോലെയായിരുന്നു. അത് പൊട്ടിപ്പോയി. അത് പൊട്ടിക്കഴിഞ്ഞേക്ക് സ്പോട്ടിൽ തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ അടുത്തത് വന്നു. അപ്പോൾ എനിക്കതിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഫസ്റ്റിൽ ഞാൻ പൊട്ടിയപ്പോൾ എനിക്കറിയായിരുന്നു എവിടെയാണ് പൊട്ടിയത് എന്നുള്ളത്. അന്ന് നമുക്ക് പാറ്റേൺ അറിയില്ലല്ലോ, NHSൽ എന്ത് രീതിയിലാണ് ഇൻ്റർവ്യൂ ചോദിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ യൂട്യൂബിൽ നോക്കി കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, അതിൻ്റെ കുറേ കാണാപ്പാടം പഠിച്ചു പോയി എന്നുള്ളതാണ്. ഓൽക്ക് അതല്ല വേണ്ടത്. ഓൽക്ക് നമ്മൾ സിമ്പിൾ ലാംഗ്വേജിൽ നമുക്ക് എന്ത് കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ നോക്കുള്ളൂ. ലാംഗ്വേജ് ഒരു പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ലാംഗ്വേജ് അത്ര പ്രശ്നമല്ല, പക്ഷെ നമ്മൾ ഭയങ്കര ഡൗൺ ടു എർത്ത് ആവണം. നമ്മൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര കാമായിട്ട് വരണം. കാരണം അവർ നോക്കുന്നത് വെച്ചാൽ നമുക്ക് പേഷ്യൻ്റ് കെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻഡ് ഓഫ് ദ ഡേ പോലെ എന്തായാലും നോക്കുന്നത്. നമ്മൾ എത്രത്തോളം ഡൗൺ ടു എർത്താന്നുള്ളത്. സോ വൺസ് സെലക്ട് ആയ മെയിൽ എപ്പോഴായിരുന്നു കിട്ടിയത് അപ്ലൈ ചെയ്ത് ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക്? ഇപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് വിളിച്ചതിന് ശേഷം പിറ്റേ ദിവസം തന്നെ അവർ പറഞ്ഞു, അന്ന് തന്നെ വിളിക്കുന്ന എൻ്റെ അടുത്ത്, ഞങ്ങൾ ഇന്നോ നാളെയായിട്ട് വിളിക്കുന്നുള്ളൂ. പിറ്റേ ദിവസം എന്നെ വിളിച്ചു. ഓൺലൈനായിരുന്നു ഇൻ്റർവ്യൂ? അല്ല, ഇവിടെ ഓഫ്ലൈൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഫസ്റ്റ് പറഞ്ഞ ഇൻ്റർവ്യൂ ഓക്സ്ഫോർഡിൻ്റെ ഓൺലൈൻ ആയിരുന്നു. അത് ഇതേപോലെ തന്നെ 2 പേരുണ്ടായിരുന്നത്. അവർ 4 ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചു. ഇവിടെ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 3 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അവർ ചോദിച്ചു. അങ്ങനെ ഇത് തീർന്നതിന് ശേഷം പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട്, ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വില്ലിങ് ആണോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് എന്താ വെച്ചാൽ കണ്ടീഷണൽ ഓഫർ ലെറ്റർ തന്നു. നമ്മളെ യൂണിവേഴ്സിറ്റിക്ക് കൂടെ വരുന്ന പോലെ കണ്ടീഷണൽ. ആ കണ്ടീഷനിൽ കുറേ സാധനങ്ങളുണ്ടാവും. നമ്മൾ ഇതിൽ ഫേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളെന്താണോ വൃത്തിക്ക് കൊടുക്കുന്നത് അത് കൊടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് 4-5 സ്റ്റെപ്പുകളുണ്ട്, സ്റ്റേജുകളുണ്ട്. ഓരോ സ്റ്റേജ് ഫില്ല് ചെയ്യാൻ മാത്രമേ അടുത്തത് പോകുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റെഫറൻസ് എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ വെറുതെ ഉഡായിപ്പിൽ 1-2 റെഫറൻസ് കുറച്ച് കൂടുതൽ കൊടുത്തു. അപ്പോൾ അവർ ആ കമ്പനിക്ക് റെഫറൻസ് അയക്കും. അവിടുന്ന് എന്നാണോ റെഫറൻസ് കിട്ടുന്നത് അതിനുശേഷം മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് പോവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ നമ്മളിങ്ങനെ കുടുങ്ങി കിടക്കും. അത് മാറ്റാനുള്ള ഓപ്ഷനില്ല. അപ്പോൾ അങ്ങനത്തെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, പണ്ട് ചെറുപ്പത്തിൽ പോളിയോ BCG ഒക്കെ എടുത്തില്ലേ, അതിൻ്റെ വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവരെന്താ വെച്ചാൽ കുഴപ്പമില്ല, അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ ടൈം പോകും, അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ടോട്ടൽ 4 months എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ബ്ലഡ് ടെസ്റ്റിങ്ങിന് തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുക 1 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ബ്ലഡ് എടുത്തതിന് ശേഷം 1 ആഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നുണ്ടാവും. അപ്പോൾ റിസൾട്ടിൽ ഇന്ത്യയിൽ കുറവുണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ആൻറ്റിബോഡി കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡേറ്റ് എടുക്കണം. അപ്പോൾ അങ്ങനെ ഡേറ്റ് എടുത്തതിന് ശേഷം മാത്രമേ ആ ഒരു പ്രൊസീജിയർ തരുള്ളൂ. ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാൻ മാത്രമേ അടുത്ത വിൻഡോ ഓപ്പൺ ആവുള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ തോന്നിയായിരുന്നു കിട്ടോ ഇല്ലോ എന്നുള്ള കേസ്, ഈ പറഞ്ഞ ആൻറ്റിബോഡി ഒക്കെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ? അല്ല, അത് പ്രശ്നമല്ല. നമുക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇവർ ചികിത്സിക്കും. വൺസ് നമുക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രൊസീജിയറാണ്, ഇതിൻ്റെ ഭാഗമാണ്. പ്ലസ് ഇങ്ങനെ ജോബിന് കയറി ഫസ്റ്റത്തെ 2 ദിവസം ഇൻഡക്ഷൻ ആയിരുന്നു, പെയ്ഡ് ആയിരുന്നു. ഇൻഡക്ഷനിൽ A to Z കാര്യങ്ങൾ പറഞ്ഞിട്ടും എന്തൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരും. അതിൽ നമുക്ക് പറഞ്ഞു തന്ന ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ NHSൽ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഇപ്പോൾ NHSP എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് NHS പ്രൊഫഷണൽസ് എന്നുള്ളത്. അത് ബാങ്ക് ജോബ് എന്ന് പറയും. ബാങ്ക് ജോബായിട്ട് അല്ലാണ്ട് അപ്ലൈ ചെയ്യാം. NHS ത്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യാം. അതിൽ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇൻ്റെ പൊസിഷനിൽ കേട്ടോ എനിക്ക് 11.5 ആണ് പേയ്മെൻറ്റ് കിട്ടുന്നത് ഇത് ഹവർലി. അപ്പോൾ ഞാനത് NHSPയിൽ ത്രൂ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് സാറ്റർഡേ 16 pound per hour. ഈ 11 എന്ന് പറയുന്നത് നേരെ 16 ആവും. സൺഡേ ആണെന്നുണ്ടെങ്കിൽ അത് 22 ആ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും സാലറി റേഞ്ച് ഒന്ന് ടാലിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ശനിയാഴ്ച ഒരു മാസത്തിൽ എടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് 13 ദിവസം വർക്ക് വരുന്നത്, അല്ലെങ്കിൽ 12. ഇനിയിപ്പോൾ നമുക്ക് സൺഡേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ സൺഡേസ് കൊടുക്കാം. അങ്ങനെ കൂടുതൽ എത്ര ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ എനിക്ക് 3 ദിവസമല്ലേ വർക്ക്, എനിക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ ഇവിടെ വർക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ ഉണ്ടാക്കാം. അത് നമ്മളെ ഈ പേ സ്ലിപ്പ് ത്രൂ അല്ല, NHSP എന്നുള്ള രീതിയിൽ കൂടിയാണ് നമുക്ക് വരിക. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ ഒരു ബ്ലൂ കാർഡ് ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഡിസ്കൗണ്ട് ഉണ്ട്. ഈവൻ നമുക്ക് ഇവിടെ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ വരെ സ്റ്റാഫിന് വേറെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റുകളുടെ ഒരു ശാഖര തന്നെ നമുക്ക് ഇതിൽ NHSൽ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ 7 ദിവസം വർക്ക് ചെയ്യണമെന്നുള്ളവർക്ക് 7 ദിവസം വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
കാരണം എന്താ വെച്ചാൽ അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല, അത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ NHSൽ ഇവിടെ വർക്ക് ചെയ്യുകയാണ്, എൻ്റെ ഇവിടുത്തെ കറക്റ്റ് റോട്ടിട്ട് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ മാനേജേഴ്സിനെ നോക്കാന്നുണ്ടാവും. ഞാൻ മറ്റേതിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മാനേജേഴ്സും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല, എൻ്റർലി ഡിഫറെൻറ്റ് ബോഡിയാണ്. അങ്ങനെ പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഭയങ്കര റിലാക്സ്ഡ് ആണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഹറിബറി ചെയ്യണ്ട, നമ്മൾ കൂളായി റിലാക്സ് ആയി അങ്ങനെ ചെയ്താൽ മതി. പിന്നെ മുസ്ലിംസിൻ്റെ കേസോ അല്ലെങ്കിൽ ബാക്കിയുള്ളൊരു കേസോ ഞാൻ പറയാം, നിസ്കരിക്കാൻ പ്രാർത്ഥിക്കാൻ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഹോളുണ്ട്. പിന്നെ നമുക്ക് മെൻ്റലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ടയേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറ്റിയ ആൾക്കാരോട് സംസാരിക്കാൻ വൈറ്റ് റൂം ഇവിടെ ഉണ്ട്. പിന്നെ 1 hour ആണ് എനിക്ക് ബ്രേക്ക് വരുന്നത്. പറയാനുള്ളൊരു സജഷൻ എന്താണ്? ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂല. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിലാണ്. നമ്മൾ വൃത്തിക്ക് വേണം കരുതിയിട്ട് നമ്മൾ വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എൻ്റെ മുന്നിലൊന്നും എനിക്ക് കണ്ടുപിടിക്കാനോ ചോദിക്കാനോ ആരും ഇല്ലായിരുന്നു. കാരണം ഒരു 5 വർഷത്തെ സീനിയേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നെങ്കിലും ഡെലിവറി ഓടുന്നവരോ അല്ലാണ്ട് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യണമല്ലോ സ്റ്റോറിൽ വർക്ക് ചെയ്യണമല്ലോ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റൂട്ടിൽ പോയി തന്നെ നമുക്കിങ്ങനെ ഒരാൾ പറഞ്ഞു തരാന്നുണ്ടെങ്കിൽ നമ്മൾ വരുമ്പോൾ തൊട്ടേ ഇങ്ങനത്തെ റൂട്ട് നോക്കിയായിരുന്നേ. അന്നാരും പറഞ്ഞു തരാനില്ല. ഇപ്പോഴാണ് കുറേ കാര്യങ്ങളൊക്കെ ഈസിയായി വന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. റീസെൻ്റ്ലി കാരണം നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. റീസെൻ്റ്ലി ഒരുപാട് പേര് ഈ പറയുന്ന പോലെ കോൺടാക്ട് ഉണ്ട്. അതും ഒരുപാട് പേര് മീൻസ് നമ്മളിപ്പോൾ ഒരു 1000 പേരെ കോൺടാക്ട് ചെയ്യുമ്പോഴായിരിക്കും ഒരു 10 പേർക്ക് കിട്ടിയിട്ട് നമ്മളത് അറിയുന്നത്, ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതും ലിമിറ്റഡ് ആണ്, ആരും അപ്ലൈ ചെയ്യില്ല, കിട്ടില്ല എന്ന് ഓൾറെഡി എക്സ്പെക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മൈൻഡിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്, ഒരിക്കലും കിട്ടില്ല എന്നുള്ള കേസ്. ഞാൻ എൻ്റെ ഒരു കേസ് പറയട്ടെ, ഞാൻ ഈ അപ്ലൈ ചെയ്ത ടൈമിലും എനിക്ക് കംപ്ലീറ്റ്ലി ഒരു അറിവില്ലായിരുന്നു അത് കിട്ടും എന്നുള്ളത്. കാരണം NHS എൻ്റർലി എന്താ പറയുക, ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും ഈ പറയുന്ന കണക്ക് ഇവിടെ ഒരു അപ്പോയിൻമെൻറ്റ്, അസുഖം വന്ന അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലർ വിചാരിക്കുന്ന ആ ഒരു സെയിം, ഞാൻ ഇവിടെ സംസാരിച്ച് പറഞ്ഞത് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്, പിന്നെ അങ്ങനെ ഒരു ജോബിന് കിട്ടാൻ എൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചൊരു ഡയലോഗുണ്ട്. അത്രയും ഒരു മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അത് കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഞാനത് അപ്ലൈ ചെയ്ത ടൈമിൽ എൻ്റെ ഒരു ഐഡിയയിൽ എന്താണെന്ന് വെച്ചാൽ വെറും നഴ്സുമാർക്കും വെറും ഡോക്ടർമാർക്കും മാത്രമേ ഇവിടെ ബിസുള്ളൂ എന്നാണ്. അതങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലായത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു പോലെ ഏതോ ഒരു ഫ്രണ്ടിനെ കിട്ടിയെന്നുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു ത്രെഡ് വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്തതാണ്. ഓക്കെ ഫൈൻ. സോ ആഴ്ചയിൽ 37 മണിക്കൂർ അത് മസ്റ്റാണ്. അതിന് മേലെ വേണമെങ്കിൽ അങ്ങനെ 11.5 ബേസിക് 16-20 വരെ പോകുന്നുണ്ട് സാറ്റർഡേ സൺഡേസിൽ. 13 ദിവസം വർക്ക് ബേസിക്കായിട്ട്, സ്പോൺഷിപ്പോട് കൂടിയ ജോബ്, ബാക്കി 45 ഡേയ്സ് സിക്ക് ഹോളിഡേ. പനി ജലദോഷമാണെങ്കിൽ വരെ എനിക്ക് വിളിച്ച് പറയാം, ഞാനൊന്നുമില്ല കേട്ടോ. സോ ഇത്രയും ഫെസിലിറ്റീസ് NHS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന. പക്ഷേ ഈസി ആയിട്ട് കിട്ടണമെന്നൊന്നുമില്ല. മേ ബി നമുക്കൊരു ലെക്ക് കൂടി, നമ്മളുടെ ഈ പറയുന്ന ഹാർഡ് വർക്കിൻ്റെ കൂടെ ഒരു ലെക്ക് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ആൾ വർക്ക് ചെയ്തു, ഈ പറഞ്ഞ കണക്ക് ഇൻ്റർവ്യൂ വെറുതെ അല്ല, പോയി പ്രിപ്പയർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തു, ആ ടൈമിൽ യൂട്യൂബിൽ നോക്കി. സോ നിങ്ങൾക്കും ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് PSW നിൽക്കുന്നവർക്ക് തന്നെയാണ്. ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ അപ്ലൈ ചെയ്യാം. ലാസ്റ്റിക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിചാരിച്ച പോലെ ആവില്ല. PSW കയറുന്ന ടൈമിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ ഒരു കുറച്ചാകുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇതല്ലാന്നുണ്ടെങ്കിലും ഇതിൻ്റെ തന്നെ വേറെ കുറേ ഫീൽഡുകളുണ്ട് പ്രൈവറ്റായിട്ടൊക്കെ, ഡയറക്റ്റ് വിസിറ്റാണ്. അത് ഇത്ര ടൈം എടുക്കുന്നില്ല, പെട്ടെന്ന് കിട്ടും. പക്ഷേ അതും ഈ പറഞ്ഞ ട്രാക്ക് ജോബ്സിൽ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. ട്രാക്കിൽ അത് സെപ്പറേറ്റാണ്. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ ഇറങ്ങുമ്പോഴേ നമുക്കത് മനസ്സിലാവും. തീർച്ചയായിട്ടും നമ്മൾ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക് ബാക്കിയുള്ള നമ്മൾ സെർച്ച് ചെയ്യും, ശരിക്കും പറഞ്ഞാൽ. സോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. ഇത് മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്ക് കൺഫ്യൂഷൻ ആവും, ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മളെ വെബ്സൈറ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് ഓപ്ഷൻസ്. നമ്മൾ ചിലപ്പോൾ പകുതിക്ക് വെച്ച് നിർത്തിപ്പോകും ഇത് ചെയ്യണമെന്ന് ഓർത്തുമ്പോൾ. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാൻ നേരത്തെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേസ്. സോ എനിവേ താങ്ക് യു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അസിസ്റ്റൻസോ ഹെൽപ്പോ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സൈറ്റിൽ കൂടി അപ്ലൈ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നെയോ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്, അതുപോലെ തന്നെ ഷാനുബിൻ്റെ ഇൻസ്റ്റാ പേജും ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഷാനുബിനെയും നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഡയറക്റ്റ്. സോ ഇതുപോലുള്ള എന്തെങ്കിലും ന്യൂസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് എല്ലാം കണ്ടില്ലേ, നമ്മുടെ UK, യൂറോപ്പ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എവിടുത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ശരി.